മനോരമയും മാതൃഭൂമിയൊക്കെ നമ്മുടെ നാട്ടിലെ ബഹുമാനീയരായ മാധ്യമങ്ങളാണെന്നാണ് പൊതുവെയുള്ള ധാരണ. ഈ ബഹുമാനീയരെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലത് പറയണമെങ്കിൽ നല്ലത് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നണമല്ലോ. ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ചെയ്തു വരുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നല്ലത് പറയണമെന്നുള്ള ആഗ്രഹത്തിന് ഒരു കടിഞ്ഞാൺ വീഴുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ. ഏറ്റവും പ്രധാനം മനോരമയുടെ ചില കാര്യങ്ങൾ അവർ അമിതമായി കാണുകയും ചില കാര്യങ്ങൾ പൂർണ്ണമായും കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസിനെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭിനന്ദിക്കുകയും ബ്രിട്ടാസിനെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പാലമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്ത അമിത പ്രാധാന്യത്തോടെ മനോരമ ഒന്നാം പേജിൽ നൽകി. എന്ന് മാത്രമല്ല, ആ വാർത്തയുടെ പല വ്യാഖ്യാനങ്ങൾ അവർ തുറന്നു നൽകി. അത് BJPയും കേരളത്തിലെ ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ പ്രതീകമാണ് ബ്രിട്ടാസ് എന്നുവരെ അവർ വ്യാഖ്യാനിച്ചു. ഇത് നമ്മുടെ നാട്ടിലെ UDFകാരും മറ്റും ഏറ്റെടുക്കുകയും ബ്രിട്ടാസിനെ BJPയുടെ ഒരു ഏജന്റായി വരെ ചിത്രീകരിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ പൊതുപണിമുടക്ക് ദിവസം രാജ്യത്തെ തൊഴിലാളികളും കർഷകരും നടത്തിയ പണിമുടക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്രിട്ടാസ് രാജ്യസഭയിൽ വിശദീകരിച്ചു. ബ്രിട്ടാസിന്റെ വിശദീകരണത്തെ തുടർന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ബ്രിട്ടാസിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും രേഖാമൂലം അത് സഭയിൽ എഴുതി നൽകുകയും ചെയ്തു. ഈ പണിമുടക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്രിട്ടാസ് നടത്തിയ പരാമർശങ്ങളെ അസോസിയേറ്റ് ചെയ്ത് സോണിയാഗാന്ധി ഇടപെട്ടു. കോൺഗ്രസിന്റെ രാജ്യസഭ ഉപനേതാവ് പ്രമോദ് തിവാരി ഇക്കാര്യം ബ്രിട്ടാസിനെ അറിയിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇടതുപക്ഷ MPമാർ പാർലമെന്റിന് പുറത്ത് പണിമുടക്കിനെ പിന്തുണച്ചു നടത്തിയ പ്രകടനത്തിൽ കോൺഗ്രസിന്റെ AICയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇക്കാര്യങ്ങളൊന്നും മനോരമയിൽ ഒരു വരി പോലും റിപ്പോർട്ട് ചെയ്തില്ല. കേന്ദ്രമന്ത്രി ബ്രിട്ടാസിനെ അഭിനന്ദിച്ചത് അമിത പ്രാധാന്യത്തോടെ നൽകിയ മനോരമ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ബ്രിട്ടാസിനെ പിന്തുണച്ചത് പൂർണ്ണമായും തമസ്കരിച്ചു. ഈ പ്രവൃത്തിയെ നമുക്ക് എങ്ങനെ അഭിനന്ദിക്കാൻ കഴിയും? ഭാഗികമായി കാണുകയും കാണേണ്ട കാര്യങ്ങൾ കാണാതിരിക്കുകയും ചില സംഭവങ്ങൾക്ക് ദുർവ്യാഖ്യാനം നൽകി വ്യക്തി ഹത്യ നടത്തുകയും ചെയ്യുന്ന മനോരമയുടെ ശൈലിയെ നമ്മൾ എങ്ങനെ മാന്യത എന്ന് പറയാൻ കഴിയും? അതുപോലെ തന്നെയാണ് ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങളിൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന പേരിൽ നൽകിയ വാർത്തകൾ. അതിൽ നടക്കാത്ത ഭജനയ്ക്ക് പണം നൽകി, മുഖ്യമന്ത്രി കട്ടിൽ വാങ്ങാൻ 1 ലക്ഷം രൂപ നൽകി എന്ന രീതിയിലുള്ള വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വസ്തുത എന്താണ്? യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് ചെലവഴിക്കുമ്പോൾ ഏത് കാര്യം നടത്താനും നമ്മളൊരു തുക പ്രതീക്ഷിക്കുമല്ലോ. അതിനെ എസ്റ്റിമേറ്റ് എന്ന് പറയും. അത് കഴിയുമ്പോൾ യഥാർത്ഥ ചെലവിൻ്റെ കണക്കും നൽകും. ഈ എസ്റ്റിമേറ്റ് തുക യഥാർത്ഥ കണക്കാണെന്നൊക്കെ ഉള്ള രീതിയിൽ വാർത്ത നൽകുകയും നടത്താത്ത ഭജനയ്ക്ക് പണം നൽകിയെന്നുള്ള ഇതിൻ്റെ വസ്തുതയെല്ലാം വിശദീകരണങ്ങളോടെ പുറത്തു വന്നതാണ്. യഥാർത്ഥത്തിൽ ഭജന നടത്തിയ ആൾക്ക് തന്നെയാണ് പൈസ കൊടുത്തിരിക്കുന്നത്. ഇഷാൻ ദേവിനാണ് പണം നൽകിയിരിക്കുന്നത്. പക്ഷേ ഓഡിറ്ററുടെ അശ്രദ്ധ ഉണ്ടോ എന്തോ പരിപാടി നടത്താനായി ആദ്യം ആലോചിച്ച വേറൊരു ഭജന സംഘത്തിൻ്റെ പേരാണ് കണക്കിൽ വന്നത്. അത് യഥാർത്ഥത്തിൽ അശ്രദ്ധയാണ്. ആ അശ്രദ്ധ മൂലം മാത്രമാണ് ഈ ഒരു ആശയക്കുഴപ്പം വന്നത്. പക്ഷേ അതിനെ വലിയ അഴിമതിയായി ചിത്രീകരിക്കും. അവിടെ സദ്യ നൽകിയതിൻ്റെ ചെലവ് വരെ അതിഥികൾക്ക് മാത്രമല്ലല്ലോ, അവിടെ സഹായികളായി നിന്നവർക്കും മറ്റ് പരിപാടികളുടെ അനുബന്ധ പരിപാടികളുടെ നടത്തിപ്പായി വന്ന തൊഴിലാളികൾക്കും എല്ലാം ഭക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിഥികൾക്ക് പുറമേ കുറച്ച് പേർ കൂടെ ഭക്ഷണം നൽകി. ഈ കണക്കെല്ലാം എടുത്തിട്ട് അഴിമതിയാണെന്ന രീതിയിലുള്ള വാർത്ത നൽകുക, അവിടുത്തെ പമ്പ ഗസ്റ്റ് ഹൗസിൻ്റെ നവീകരണത്തിനായി ചെലവഴിച്ച തുക മുഖ്യമന്ത്രി കട്ടിൽ വാങ്ങാൻ വേണ്ടി നൽകിയ പണമാണെന്നുള്ള വ്യാജ ആഖ്യാനം നൽകുക, ഈ രീതിയിലെല്ലാം കടന്നാക്രമണം നടത്തുന്ന മാധ്യമങ്ങൾ ഈ സംസ്ഥാനത്തോട് ചെയ്യുന്ന അനീതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട ജഡ്ജി നൽകുന്ന പരാമർശങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നൽകുന്ന മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CBI അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ പരാമർശങ്ങൾ അവർ യഥാർത്ഥത്തിൽ ഹർജിക്കാരെ കണ്ടം വഴി ഓടിച്ചുവിട്ടു എന്ന് പറയുന്നതാണ് ശരി. CBIയുടെ അന്വേഷണ മികവിന് ഉദാഹരണമായ ഏതെങ്കിലുമൊക്കെ കേസ് ചൂണ്ടിക്കാണിക്കാൻ വരെ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. SIT പ്രത്യേക അന്വേഷണ സംഘത്തെ പൂർണ്ണമായും പിന്തുണച്ച ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങളൊന്നും ഈ പത്രങ്ങളിലൊന്നും കണ്ടില്ല. പകരം ചില അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവർ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ നടത്തുന്ന മാധ്യമങ്ങളുടെ മാന്യതയും ബഹുമാന്യതയും അന്തസ്സുറ്റമായ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നതെന്ന് നമുക്കൊരിക്കലും അത് പറയാൻ കഴിയില്ല. ഇങ്ങനെ പറയേണ്ടി വരുന്നത് നമുക്ക് അതീവ ദുഃഖമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഇന്നത്തെ ശൈലി ഇതാണ്.